ചേർപ്പുങ്കൽ പഴയ പാലം നവീകരണം നടപ്പാക്കുന്നു. നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് സംബന്ധിച്ച് തീരുമാനമായതായി മോൻസ് ജോസഫ് MLA പറഞ്ഞു. ചേർപ്പുങ്കൽ പാലത്തിന് സമീപം ജനപ്രതിനിധികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. പാല ചേർപ്പുങ്കൽ പഴയ പാലത്തിന്റെ കൈവരികൾ സുരക്ഷിതമാക്കി അപകടാവസ്ഥ പരിഹരിക്കുന്നതുൾപ്പെടെയുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ തീരുമാനം നടപ്പാക്കുന്നത് സംബന്ധിച്ച് തീരുമാനമായതായി മോൻസ് ജോസഫ് MLA പറഞ്ഞു. മീനച്ചിലാറിന് കുറുകെ ചേർപ്പുങ്കൽ സമാന്തര പാലം നമ്മൾ നിർമ്മാണം പൂർത്തീകരിച്ച് ഗതാഗതത്തിന് തുറന്നു കൊടുത്തതിനെ തുടർന്ന് ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാഗ്ദാനമാണ് പഴയ പാലം നവീകരിക്കുന്നത്. പഴയ പാലം ഇപ്പോൾ അതിൻ്റെ കൈവരികളെല്ലാം അപകടാവസ്ഥയിൽ നിൽക്കുകയാണ്. ആ കൈവരികൾ സുരക്ഷിതമാക്കി മാറ്റി അതോടൊപ്പം തന്നെ പാലത്തിൻ്റെ ഒരു സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി നടക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ആ വർക്ക് കൂടി സ്റ്റാർട്ട് ചെയ്യുക. രണ്ട് വശത്തും കൈവരികൾ സുരക്ഷിതമാക്കുന്ന ജോലികളും അതുപോലെ ചേർപ്പുങ്കൽ പാരിഷുകളും പള്ളി ഇരിക്കുന്ന ഈ ഭാഗത്ത് കയറുന്ന ഭാഗത്ത് വണ്ടികളെല്ലാം അവർ അടിച്ച് ഒരു ഉയര വ്യത്യാസം വന്നിരിക്കുന്നതുകൊണ്ട് ഇവിടെ വാഹനങ്ങൾ ഇടിച്ചാണ് കയറിപ്പോകും. അതിന് പകരം നമുക്കതൊന്ന് സ്മൂത്തായി ലെവൽ ചെയ്യാനുള്ള ഒരു നീക്കം കൂടെ ഞങ്ങളിപ്പോൾ സ്ഥലം പരിശോധിച്ചപ്പോൾ കാര്യങ്ങളുണ്ടായി. ചേർപ്പുങ്കൽ പാലത്തിന് സമീപം ജനപ്രതിനിധികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ചേർന്ന യോഗത്തിലാണ് തീരുമാനം. പാലത്തിന്റെ കൈവരികളടക്കം ശോചനീയ അവസ്ഥയിലാണ്. കിടങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PG സുരേഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ സുരേഷ്, വാർഡ് മെമ്പർമാരായ സീന സിബി, കുഞ്ഞുമോൾ ടോമി, KG വിജയൻ, കോട്ടയം ബ്രിഡ്ജസ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ കിരൺലാൽ, AXC സന്തോഷ് കുമാർ, പഞ്ചായത്ത് അസിസ്റ്റന്റ് അനീഷ്, സെക്രട്ടറി അനീഷ് തുടങ്ങിയവർ MLA-ക്കൊപ്പം ഉണ്ടായിരുന്നു. i4U ന്യൂസ്, പാലാ.